ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഹോളിഡേയ്സിനാണ് നമ്മൾ എൻ്റെ മദറിൻ്റെ വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ മദറിൻ്റെ ആൾക്കാരൊക്കെ സ്നേഹിച്ച ഒരു അമ്മാവനുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ അപ്പൻ, ഇവരൊക്കെ വരുമ്പോഴാണ് വീട്ടിൽ നല്ല നല്ല കറികൾ ഉണ്ടാക്കുക. അമ്മയുടെ ശരിക്കും രുചി അന്നാണ് അറിയുക. ഇലയിൽ പൊള്ളിച്ച കറിയെന്ന് ഞാൻ ഓർക്കുന്നു. അതൊക്കെ അമ്മയുടെ സഹോദരങ്ങൾ വരുമ്പം ഒരു ഉത്സവമാണ് വീട്ടിൽ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ക്വയറ്റ് ലൈഫല്ലേ. അങ്ങനെ ഒരു വേനൽക്കാലത്ത് എന്നോട് അമ്മ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് മാറിയിട്ട്, ഞാൻ മാത്രം, വീട്ടിലൊത്തിരി മക്കളുണ്ട്, ഞാൻ മാറിയിട്ട് കാഞ്ഞങ്ങാടേക്ക് മാറണം. അവിടെ വെല്ലുംശ്ശി ചാച്ചൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ അവരുടെ കൂടെ ഒരു കൊച്ചുമകനായിട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പം അത് ഞാൻ പറയാം, മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്, പറിച്ച് നടിട്ടാലാണ് അവർ ഉയരാനായിട്ട് നല്ലത് കുറേ കൂടെ. അപ്പം എന്നെ പറിച്ച് നടേണ്ട കാലം വന്നു. അപ്പം ആ ട്രെയിൻ യാത്ര ഒരിക്കലും മറക്കാത്തതാണത്. എറണാകുളം വരെ ഏതോ ബസ്സിനെങ്ങാണ്ട് അമ്മ പോകും. ഞങ്ങളൊക്കെ അവിടുന്ന് എറണാകുളത്ത് നിന്നാണ് മംഗലാപുരത്തേക്ക് ട്രെയിൻ അന്നുണ്ടായിരുന്നത്. അതിന് കയറി ആ ട്രെയിനിലെ യാത്ര ഒരു ഭയങ്കര ആകാംക്ഷയായിരുന്നു. ഇതൊക്കെ ഞാൻ മാത്രമേ അങ്ങനെ പോയിട്ടില്ല, എന്നെ മാത്രമേ അമ്മ കൊണ്ടുപോകുള്ളൂ. പിന്നെ ഏറ്റവും ചെറിയ ആൾ, അങ്ങനെ അമ്മ അങ്ങനെ ഓരോ തരം തിരിച്ചാൽ കൊണ്ടുപോകും. ബാക്കിയുള്ളവരെല്ലാവരും വീട്ടിൽ നിർത്തി നോക്കാൻ മൂത്തവരുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ 10 വയസ്സിലാണെന്ന് തോന്നുന്നു, 9 വയസ്സിലോ 10 വയസ്സിലോ ഞാൻ പറിച്ച് നടപ്പെട്ടവനായി. ഇപ്പോൾ ഈ ഗ്രാമത്തിൽ നിന്നൊക്കെ വിട്ടിട്ട്, ഈ ഗ്രാമത്തിലെ നന്മകളുണ്ട് കുറേ, പക്ഷേ നമുക്ക് ഒരു ഉയർച്ച, ഒരു നാഗരിക ജീവിതം ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു ആ ഗ്രാമത്തിൽ. ആ ഗ്രാമത്തിലെ മനുഷ്യരും ഇടുങ്ങിയ ചിന്താഗതിക്കാരായിരുന്നു എല്ലാവരും. മീൻസ് അവരൊക്കെ അവരുടെ ചുറ്റുപാട് മാത്രം. ഇപ്പം എന്നെ വേറെ സ്ഥലത്തേക്ക് പറിച്ച് നടേണ്ട കാലമായി. ദൈവം അതിനെ വഴിത്തിരിവായത് ഇങ്ങനെയാണ്. വെല്ലുപ്പിനും വെല്ലുമ്മയ്ക്കും, അല്ലെങ്കിൽ എൻ്റെ മദറിൻ്റെ ഫാദറിൻ്റെ അവിടെ കുട്ടികളാരുമില്ല, അമ്മാവന്മാരും അത്. അപ്പം ഞാൻ അവിടെ താമസിക്കാനായിട്ട് പുറപ്പെടുകയാണ്. ഒന്നുമില്ല, കുറച്ച് ഡ്രസ്സുണ്ടോ, അത് ഡ്രസ്സൊക്കെ അവിടെ ചെന്ന് വാങ്ങും തോന്നുന്നു. അങ്ങനെ ഉള്ള ഒരു യാത്രയിലെ ഞാനിങ്ങനെ ആ ട്രെയിൻ യാത്രയും ഒക്കെ ഉള്ളതായിരുന്നു. ഇനി അത് പക്ഷേ എനിക്ക് അങ്ങനെ സങ്കടമൊന്നുമില്ലായിരുന്നു. കാരണം പുതിയൊരു ലൈഫിലേക്ക് പോവല്ലേ, അപ്പോൾ ഒരു സങ്കടത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഞാൻ എൻജോയ് ചെയ്യുമായിരുന്നു. ആ ഒരു യാത്ര വല്ലാണ്ട് എൻജോയ് ചെയ്യുമായിരുന്നു എല്ലാവരും. പക്ഷെ എനിക്ക് എല്ലാവരെയും വിട്ടിട്ട് പോകുന്നതെന്ന് എനിക്കറിയില്ല. അവിടെ ചെന്നതിന് ശേഷമാണ് അമ്മേനോട് പറയണത്. അതുകൊണ്ട് സാധാരണ ഹോളിഡേയ്സിന് പോകുന്ന പോലെ പോകുന്നു എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം കൂടുതൽ. ഇതൊക്കെ ഞാൻ പറയണത് എങ്ങനെയാണ് ഒരാൾ മോൾഡ് ചെയ്യുക എന്നുള്ളത്. വീണ്ടും ഞാൻ പറയുകയാണത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് എൻജോയ് തരും. ഇത് കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. ഒരു ഗ്രാമത്തിലെ അന്തരീക്ഷത്തിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പറിച്ചു നടപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ കഥ കേൾക്കാൻ. ഓക്കെ, അപ്പോൾ എൻ്റെ എപ്പിസോഡ് കാണുക. ഓക്കെ, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. ആ കമൻറ്റ് എന്നെ വീണ്ടും പ്രേരിപ്പിക്കും. അപ്പം കാണുന്നവർ ജസ്റ്റ് എന്തെങ്കിലും മോശമാണെങ്കിൽ മോശം, നല്ലതാണെങ്കിൽ നല്ലതാണ്, ഇങ്ങനൊരു കമൻ്റ് ഇടുകയാണെങ്കിൽ, ഇതൊരു കൊമേഴ്സ്യൽ യൂട്യൂബ് ചാനലല്ല എൻ്റെത്. എൻ്റെ എപ്പിസോഡുകൾ എൻ്റെ കഥ പറയുന്നതാണത്. കൊമേഴ്സ്യൽ വരുന്നത് ജെനി ഫ്ലവേഴ്സാണത്. അതും എല്ലാവരും കാണുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ അടുത്തൊരു പുതിയൊരു ജീവിതത്തിലേക്ക് വരുന്ന എപ്പിസോഡുമായിട്ട് നാളെ മുതൽ ഞാൻ വരും. അത് ഒരു പുതിയ ജീവിതം, ഒരു ടീനേജ് ജീവിതത്തെക്കുറിച്ചിട്ടും, എങ്ങനെയായിരിക്കും ഞാൻ അവിടെ പുതിയ സ്ഥലത്ത് ജീവിച്ചത്, എങ്ങനെയാണ് അവിടുന്ന് എങ്ങനെയാണ് ദുബായിലേക്ക് പറിച്ചു നട്ടത്, ഇതൊക്കെ വരുന്ന കാലങ്ങളിൽ കുറേ ഉണ്ടാവും കേൾക്കാൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ ഫ്രം ജെനി. താങ്ക് യു.